കഷ്ടപ്പാടാന്നേ. ഒന്നോർത്താൽ നമുക്ക് എന്തോ കഷ്ടപ്പാടാ. ഗൾഫിൽ കിടന്ന് പണി ചെയ്യുന്ന നമ്മുടെ ഭർത്താക്കന്മാരുടെ കഷ്ടപ്പാട് ഓർത്താൽ നമുക്ക് എന്തോ കഷ്ടപ്പാടാ. എന്തൊക്കെയാ മീനച്ചാറായി, മാങ്ങ അച്ചാറായി, ചക്ക അച്ചാറായി, പിന്നെ അങ്ങനെ എന്തോ വേണമെന്ന് പറഞ്ഞേ. ഇടിച്ചക്കയുടെ അല്ലല്ല അങ്ങനെ എന്താ അങ്ങോട്ടെ ആവുന്ന കൊണ്ടാക്കി വെക്കാം. ജോസ് ചായൻ എപ്പോഴാ പോകുന്നത്? എങ്ങനെ കൊടുത്തു വിടേണ്ടത് പറയട്ടെ. ഹലോ ജോസ് ചായ, ദോശയും ചായ എന്നല്ല പറഞ്ഞ. അമ്മച്ചി കാര്യം പറയാതെ ഇച്ചായൻ്റെ ഒന്ന് കൊടുത്തേ. ഞാൻ കാര്യം അങ്ങനോട് പറഞ്ഞോളാം. ജോസ് ചായ പോകുമ്പോ എൻ്റെ ചേട്ടന് കൊണ്ടുപോകാനുള്ള അച്ചാറ് മറക്കാതെ കൊണ്ടുപോകണേ. നാളെ വൈകിട്ടത്തേക്ക് ഞാൻ അങ്ങ് എത്തിക്കാം. ഓ വരുത്തൊന്നുമില്ല, ഈ അടുത്തിടയ്ക്ക് ഒന്നും വരത്തില്ല. അറബി വിടത്തില്ല, 6 മാസത്തേക്ക് വിടത്തില്ല. ഓ വിളിച്ച് എന്തോ കരച്ചിലായിരുന്നു. പുല്ലെല്ലാം കൂടി ഇട്ടെറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അത് കേട്ട് ഞാനും ഭയങ്കര കരച്ചിലായിരുന്നു. ഇനി ഇയാളങ്ങനെ ഇട്ടെറിഞ്ഞ് വന്നാലോ. പിന്നെ ഒരുവിധം സമാധാനിപ്പിച്ച് ഞാൻ അവിടെ നിർത്തി. പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ ഇപ്പൊ തന്നെ എന്നെ എല്ലാവരും എന്തോ വിളിക്കുന്നത് ഗൾഫുകാരൻ്റെ ഭാര്യ. അത് ഇല്ലാതായി കഴിഞ്ഞാൽ എനിക്ക് ജീവിതം ഉണ്ടോ? ഞാൻ കൊടുത്തു വിട്ടേക്കാം. നല്ല സീലിംഗ് ചെയ്താ കൊടുത്തു വിടുന്നേ. കൈയിട്ടാനും കിട്ടത്തില്ല കേട്ടോ. ശരി. അയ്യോ അച്ചാറിടാനുള്ള ഉരുളി എടുക്കാൻ ഇനി തട്ടും പുറത്ത് കയറണ. ഇനി എങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങാം? അത് ഇരുന്നങ്ങ് ഇറങ്ങാം. അവളറിയാതാ ഞാൻ വന്നേക്കുന്നത്. സർപ്രൈസ് കൊടുക്കാൻ ആരും വിട്ടല്ലേ. ഒരു സംഭവമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ കിടന്ന അത്രയും നാള് കഷ്ടപ്പെട്ട എന്റെ വേദന ഇപ്പൊ ഞാൻ മറക്കും. അതെ ഞാൻ ഇച്ചിരി തിരക്കിട്ട ജോലി. ഞാൻ തട്ടും പുറത്തിരിക്കുവോ? എന്താ വരാൻ പറ്റത്തില്ല, ഇപ്പൊ വരാൻ പറ്റത്തില്ല. ആരെയും കിടന്ന് ഒച്ച ഉണ്ടാക്കുന്ന ഗ്രഹപ്പഴയ്ക്ക് ഞാൻ മുമ്പത്തെ വാതിൽ തുറന്നിടുകയും ചെയ്തു. ആരായിരുന്നു? അങ്ങനെ തന്നെ നിങ്ങളെ പിടിച്ച് ഭിത്തിക്കകത്ത് കെട്ടിയിട്ട് ആരെയും അടിക്കുവാ ചെയ്യുന്നത്? ഇതാര് പറഞ്ഞിപ്പോ ഇങ്ങോട്ട് മേളിക്കറി ഉരുളി എടുത്ത് താഴോട്ട് വന്നപ്പോഴത്തേക്ക് വന്ന് നിൽക്കുന്ന നിങ്ങള് മിണ്ടിപ്പോവർ. നിങ്ങൾ എന്തോ കാര്യത്തിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് ക്ഷണിച്ചോ? വന്ന് നിൽക്കുന്ന ചോദിക്കാതെ പറയാതെ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാ ഞാൻ. എല്ലാം നിങ്ങൾ കൊടുത്തയക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ തരണമെന്നുണ്ടോ നിങ്ങൾക്ക്? അതല്ല, ഞാൻ ഈ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ട് ഈ ഭർത്താക്കന്മാർ ഭാര്യ അറിയാതെ ഗൾഫിൽ നിന്ന് വരും. എന്നിട്ട് ഭാര്യയെ കാണും, കെട്ടിപ്പിടിക്കുകയും കരയും. മക്കളറിയാതെ പപ്പ വരും, പപ്പ വന്നിട്ട് ഒളിച്ചിരിക്കും. മക്കൾ വരും, പപ്പയെ കെട്ടിപ്പിടിക്കുകയും കരയും. അങ്ങനെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇത് ക്രിയേറ്റ് ചെയ്തത്. ഗൾഫിൽ പണിക്ക് പോയതാണോ അതോ നിങ്ങൾ വീഡിയോ കാണാൻ പോയതാണോ? അല്ല, കണ്ടു വന്നതിന്റെ കൂട്ടത്തിൽ ഈ വീഡിയോ കണ്ടതാ ഞാൻ. എന്തോ ഇനിയിപ്പൊ പറയാതെ ഇങ്ങോട്ട് വന്നത്. പറയാമെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്റെ വീട്ടിലോട്ടല്ലേ ഞാൻ വന്നത്. മനുഷ്യ സ്വന്തം വീടാന്ന് പറഞ്ഞ് വർഷം നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് ഒരു നാണോ ഇല്ലേ നിങ്ങൾക്ക്? എന്താ മക്കള് പറഞ്ഞു പപ്പ ഇട്ട അമ്മയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണല്ലോ. അങ്ങനെയല്ല പറഞ്ഞു. ഉറപ്പിച്ചോ? ഉറപ്പിച്ചോ? എന്നിട്ട് പറയാൻ ചിരിച്ചോട്ട് പറയാ വന്നത്. ചിരിച്ചോട്ട് പറയാ വന്നത്. എന്തോ വന്നത് ശരി. ഇതിനകത്ത് 10-15 വർഷമായിട്ട് ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നുണ്ട്. അന്നേരം എല്ലാ നാട്ടുകാർ മൊത്തം അറിയുന്നുണ്ട്. എല്ലാവരും വന്ന് കയറി വരും. എന്റെ അണ്ടിപ്പരിപ്പ് മെതാമ്പരിപ്പ് നിന്നിട്ട് ഒന്നും കിട്ടത്തില്ല. നമുക്ക് കിട്ടുന്ന എന്തൊരു കോടാലി തൈലും അതും ഇതിനകത്ത് കണക്കാക്കാം. ഇപ്പൊ നിനക്ക് സർപ്രൈസ് മനസ്സിലാക്കിയില്ല. ഒറ്റയ്ക്കിരുന്ന് അണ്ടിപ്പരിപ്പും ബദാംപരിപ്പും തിന്നാൻ ആരോടും പറയാതെ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് ഗൾഫിൽ വെച്ച് തിന്നത്തില്ലായിരുന്നോ മനുഷ്യ? ഗൾഫിൽ വെച്ച് തിന്നു അറബി തന്നെ ഒട്ടാകത്തെ അടുപ്പിക്കും. നിങ്ങൾ വന്നിട്ട് ഒരു മണവും ഗുണവും ഇല്ലല്ലോ മനുഷ്യ. അല്ല ഗൾഫിൽ നിന്ന് വരുമ്പോഴേ ഇച്ചിരി സ്പ്രേ ഒക്കെ അടിക്കരുതായിരുന്നു? ഞാൻ അടിച്ചില്ല, മനഃപൂർവ്വം അടിക്കാതെ വന്നത്. ആ മണം അടിച്ചും കയറി വരും നിന്റെ ബന്ധുക്കാരും എന്റെ ബന്ധുക്കാരും ഒക്കെ ഇതൊക്കെ എടുത്തോണ്ട് പോകാൻ വേണ്ടി. അറിയാമോ, ഇതിലൊക്കെ വല്ല വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഞാൻ അത് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് അബുദാബി നേരെ ദുബായിൽ ഇരുന്നത്. ദുബായിൽ ഇങ്ങനെ അറേബ്യയിൽ നിൽക്കുവാ ഞാൻ. അവിടെ സമയത്ത് എന്റെ കൂടെ പഠിച്ച മേരിക്കുട്ടി, ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടു കയറി. ഞാൻ നിനക്കുള്ള സ്വർണം ഒരു ഭാഗം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ മേരിക്കുട്ടി ഞാനിവിടെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയത്ത് മേരിക്കുട്ടി എന്റെ നമ്പർ അങ്ങ് വാങ്ങിച്ചു. നിങ്ങളുടെ അച്ഛനും മാറ്റിട്ടുണ്ട് 1.5 ഗ്രാമിന്റെ ഒരു മാല. എന്തോ കാര്യത്തിലായിരുന്നു അച്ഛന് വേണ്ട ഈ ഇറക്കമുള്ള ഒരു മാല ഉണ്ടായിരുന്നു. അല്ല, എന്റെ മാലയുടെ കൂട്ടി യോജിപ്പിച്ചിട്ട് എന്റെ ഈ പുക്കളുടെ ഇവിടെ കിടക്കട്ടെ. അതാപ്പില്ലേ ലോക്കറ്റ് പുക്കളിൽ പിടിക്ക് നിന്റെ അച്ഛൻ അവിടെ കിടക്കണം. പിന്നെ അങ്ങനെ ഇവളുമായിട്ട് നടന്ന് സംസാരിച്ച് അവിടെ നടന്നു കഴിഞ്ഞപ്പോ ഈ മേരിക്കുട്ടി എന്നോട് പറയാം നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാമെന്ന്. നിന്റെ അമ്മയ്ക്ക് ഒരു വള വാങ്ങിച്ചിട്ടുണ്ട്. മേരിക്കുട്ടി എന്റെ ഇനി സ്വർണ്ണമില്ല, ഇങ്ങനെ അടിക്കാൻ